സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ മറ്റൊരു ഇന്ത്യൻ ഫുട്ബോൾ സീസണിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് മന്ത് ഡ്യൂറൻ കപ്പ് വരുന്നുണ്ട്. സോ പുതിയൊരു ഫുട്ബോൾ സീസൺ വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ പ്രധാനമായിട്ടും ഉറ്റുനോക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ ടീമിൽ തുടരുമോ എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ കഴിഞ്ഞ സീസൺ തൊട്ടേ വരുന്നുണ്ട്. അതിൻ്റെ കോൺട്രാക്റ്റ് ഒരു വർഷം കൂടി ഉണ്ടെങ്കിലും പെർഫോമൻസുമായി ബന്ധപ്പെട്ട് റീസെൻ്റ് ആയിട്ടുള്ള വർഷങ്ങളിൽ അതിൻ്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. പ്രധാനമായിട്ടും ഒരു റീപ്ലേസ്മെൻറ്റിൻ്റെ സമയമായോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം. റീസെൻ്റ് ആയുള്ള പെർഫോമൻസ്, പ്രത്യേകിച്ചും സ്റ്റാറയ്ക്ക് കീഴിലെ കഴിഞ്ഞ സീസണിൽ അതിൻ്റെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു ISL സീസണിൽ ഒരു ഗോൾ പോലും നേടാനാവാതെ ലൂണ ഒരു സീസൺ അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവാൻ്റെ സീസണിൽ അതിൻ്റെ ഫസ്റ്റ് സീസൺ, അതിൻ്റെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്മൾ ഒരു പ്രൈം ലൂണ എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി കണ്ടത് ഇവാൻ്റെ ഫസ്റ്റ് സീസണിലാണ്. ആ സീസണിൽ 6 ഗോളും 7 അസിസ്റ്റും, ടോട്ടൽ 13 ഗോൾ കോൺട്രിബ്യൂഷൻ അതിനുണ്ടായിരുന്നു. തൊട്ടടുത്ത സീസണിലേക്ക് വരുമ്പോൾ ആ കണക്കുകൾ ഗോള് 4, അസിസ്റ്റ് 6, 10 ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് വന്നു. ഏറ്റവും ഒടുവിൽ ഇവാൻ്റെ ലാസ്റ്റ് സീസണിലേക്ക് വരുമ്പോൾ അവിടെ 3 ഗോളും 4 അസിസ്റ്റും ആണുള്ളത്. ടോട്ടൽ 7 ഗോൾ കോൺട്രിബ്യൂഷൻ. സോ ഈ ഗോൾ കോൺട്രിബ്യൂഷൻ്റെ കണക്കുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ആ ഗ്രാഫ് ഇങ്ങനെ താഴേക്ക് വരുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പ്ലെയറാണ് അഡ്രിയാൻ ലൂണ, 26 അസിസ്റ്റ്. രണ്ടാം സ്ഥാനത്ത് വരുന്നത് മലയാളി താരമായിട്ടുള്ള സഹൽ അബ്ദുൾ സമദാണ്, 9 അസിസ്റ്റുമായിട്ട്. സോ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു പ്ലെയർ ടീമിന് വേണ്ടി എത്രത്തോളം ആ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത്. ഇനി ലാസ്റ്റ് സീസൺ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഗോളുകളുടെ കുറവ് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അസിസ്റ്റുകളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും ചാൻസസ് ക്രിയേഷൻ, ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത കാര്യം നോക്കുകയാണെങ്കിൽ ISL തന്നെ രണ്ടാം സ്ഥാനം ലൂണക്കുണ്ട്. 55 ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ലാസ്റ്റ് സീസണിൽ വളരെ ഡീസൻ്റ് ആയുള്ള കണക്കുകൾ തന്നെയാണ് അതിനുള്ളത്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് പലരും അതിൻ്റെ പെർഫോമൻസിൽ ഹാപ്പി അല്ലാത്തത് അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് എന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ ടാക്റ്റിക്കലി ഇപ്പോൾ ഇവാൻ വുക്കോമനോവിച്ച് ആണെങ്കിലും ഈ പറഞ്ഞ സ്റ്റാറെ ആണെങ്കിലും കറ്റാലെ ആണെങ്കിലും അവർ ലൂണ ഉപയോഗിക്കുമ്പോൾ ടാക്റ്റിക്കലി ആ ഒരു ലൂണയുടെ പെർഫോമൻസിനെ ബാധിക്കുന്ന കുറച്ച് ഇഷ്യൂസും അതുപോലെ തന്നെ ലൂണയുടെ പെർഫോമൻസിലും ലൂണയുടെ ഗെയിം സ്റ്റൈലിലും അതിൽ വന്നിട്ടുള്ള കുറച്ച് ചേഞ്ചസും എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ഗെയിം സ്റ്റൈൽ വൈസ് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്. അതിൽ മെയിനായിട്ട് ലൂണ എന്ന് പറയുന്ന പ്ലെയർ ഫസ്റ്റ് സീസണിന് ശേഷം രണ്ടാമത്തെ സീസൺ തൊട്ട് അദ്ദേഹം കേൾക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ നിരന്തരമായിട്ട് പറയുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോഴും ലൂണ നേരിടുന്നത്. പക്ഷേ ഓരോ സീസൺ കഴിയുന്തോറും ആ പ്രശ്നങ്ങൾ കുറച്ചുകൂടി കൂടുതലായിട്ട് എക്സ്പോസ് ആവുന്നതും അവിടെ കുറച്ചുകൂടി ലൂണയുടെ വീക്ക്നെസ്സുകൾ പുറത്തേക്ക് വരുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. സോ നമ്മൾ നേരെ ഇവാൻ്റെ ആദ്യത്തെ ഫസ്റ്റ് സീസണിലേക്ക് പോകണമെങ്കിൽ അവിടെ അദ്ദേഹത്തിനുണ്ടായിരുന്ന അല്ലെങ്കിൽ അവിടെ അതിന് കിട്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ട്രെങ്ത് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു പോസിനിങ്ങും പ്രോപ്പറായിട്ട് ആ ഒരു പ്ലെയറിനെ യൂസ് ചെയ്യാനും ഇവാന് സാധിച്ചു എന്നുള്ളതാണ്. ആ സീസണിൽ ഫോർമേഷനിലേക്കും അവിടെയുള്ള അതിന് കിട്ടിയിരുന്ന റോളും പൊസിഷനിലേക്കൊക്കെ വരികയാണെങ്കിൽ എല്ലാ സീസണിലും യൂസ് ചെയ്ത 4-4 തന്നെയാണ് ആദ്യത്തെ സീസണിൽ യൂസ് ചെയ്തത്. പക്ഷേ അവിടെ പ്ലേയേഴ്സിൻ്റെ ഒരു സപ്പോർട്ട്, മറ്റ് പ്ലേയേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് ലൂണയ്ക്ക് നല്ല രീതിയിൽ കിട്ടിയിരുന്നു. അത് ഒഫൻസിലും ഡിഫൻസിലും കിട്ടിയിരുന്നു. അതിൻ്റെ പോസിഷൻ തന്നെ നോക്കുകയാണെങ്കിൽ 4-4-2-ൽ ഒരു വൈഡ് അറ്റാക്കിംഗ് ക്രിയേറ്റീവ് പ്ലേ മേക്കർ, ആ ഒരു റോളാണ് അതിനുണ്ടായിരുന്നത്. വിങ്ങറുടെ ഒരു പോസിഷനാണ് അതിന് കിട്ടുന്നതെങ്കിലും അവിടെ നിന്നൊരു ഫ്രീ റോൾ എടുത്ത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഫ്രണ്ടിലേക്ക് സ്ട്രൈക്കറിനെ ഫീഡ് ചെയ്യിക്കാനും സ്ട്രൈക്കറിനൊപ്പം പോസിഷൻ റൊട്ടേറ്റ് ചെയ്ത് സ്ട്രൈക്കേഴ്സിൻ്റെ ആ ഒരു സൈഡിലേക്കൊക്കെ വരാനും ഗോളുകൾ അടിക്കാനും എല്ലാം അതിന് സാധിച്ചു. ഡിഫൻസിലേക്ക് വരാണെങ്കിൽ ഡബിൾ പിവറ്റ്, ജീക്സൺ പൂട്ടിയ അല്ലെങ്കിൽ ആ ഒരു സീസണിൽ കളിച്ചിരുന്ന പല പ്ലേയേഴ്സും ആ ഒരു ഡിഫൻസീവ് സൈഡിൽ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് ഫ്രണ്ടിലേക്ക് പന്തുകൾ എത്തിക്കാനും പല സമയത്തും അവർക്ക് സാധിച്ചിരുന്നു. ഇനി ഒഫൻസിലേക്ക് വരാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ 2 സ്ട്രൈക്കേഴ്സാണുള്ളത്. സോ എപ്പോഴൊക്കെ ലൂണയ്ക്ക് പന്ത് കിട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ ഫ്രണ്ടിൽ ഫീഡ് ചെയ്യാൻ പാകത്തിന് ഏതെങ്കിലും ഒരു പ്ലെയർ അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്ലേയേഴ്സിൻ്റെ അവൈലബിലിറ്റി ബോക്സിനകത്തുണ്ടാവും. സോ അവിടെ കുറച്ചുകൂടി ഈസി ആയിട്ട് ഈ പ്ലേയേഴ്സിനെ കണ്ടുപിടിക്കാനും അവരിലേക്ക് പന്തുകൾ എത്തിക്കാനും പല സമയത്ത് സാധിച്ചിരുന്നു. ബോക്സിനകത്ത് ഈ സ്ട്രൈക്കേഴ്സിനെ കണ്ടെത്തുന്ന ഒരുപാട് മൂവ്മെൻറ്റ്സ്, പെരേര ഡയസിനെയും അൽവാരോ വാസ്കസിനെയൊക്കെ കണ്ടെത്തുന്ന ഒരുപാട് മൂവ്മെൻറ്റ്സ് നമ്മൾ ആ സീസണിൽ തന്നെ കണ്ടിട്ടുള്ളതാണ്. ഇനി അവിടെ ഉണ്ടായിരുന്ന ഒരു അഡീഷണൽ കാര്യം എന്ന് പറയുന്നത് വാസ്കസിൻ്റെ ഒരു പ്ലേ മേക്കിംഗ് എബിലിറ്റിയാണ്. ഇവിടെ ഹോൾ പ്ലെയർ ഈ 4-4-2 എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ ലൂണ വൈഡിൽ കളിക്കുമ്പോൾ അതിനൊരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി, ആ ഒരു ഹോള് പോലെ നിൽക്കുന്ന ആ ഒരു സൈഡിലേക്ക് വരിക, അവിടെ പ്ലേ മേക്കിംഗ് ചെയ്യുക, പിന്നെ വിങ്ങിലേക്ക് പോയിട്ട് അവിടെയും ആ ഒരു പോസ്റ്റ് കൊണ്ടുവരിക. ഈ ഒരു എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കേണ്ടതിൻ്റെ ഒരു ആവശ്യം പലപ്പോഴും വരാറുണ്ടായിരുന്നു. പക്ഷേ അതൊരു പരിധിവരെ പരിഹരിച്ചത് വാസ്കസിൻ്റെ ഡ്രോപ്പ് ചെയ്തുള്ള പോസ്റ്റിംഗ് ആണ്. ആ സീസണിൽ വാസ്കസ് നല്ല രീതിയിൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിൻ്റെ രീതിയിൽ അദ്ദേഹം കളിച്ചു. ഫ്രണ്ടിലേക്ക് സ്ട്രൈക്കറിനെ ഫീഡ് ചെയ്യിക്കാനും ഫ്രണ്ടിലേക്ക് പാസുകൾ വെച്ച് കൊടുക്കാനും ആ സമയത്ത് വാസ്കസിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ലൂണയ്ക്ക് ആ പറഞ്ഞ എക്സ്ട്രാ ഡ്യൂട്ടി അല്ലെങ്കിൽ പിങ് നോക്കണം, ആ ഒരു സെൻറ്റർ സ്പേസ് നോക്കണം, അങ്ങനെ ഒരു എക്സ്ട്രാ ഡ്യൂട്ടി വന്നിരുന്നില്ല. ആൻഡ് ഇവർ നല്ല രീതിയിൽ റൊട്ടേഷൻ കൂടി വന്നപ്പോൾ ആ ഒരു സീസണിലെ ആ ഒരു ഫാബുലസ് ഫോർ എന്നറിയപ്പെടുന്ന
സഹല്, പെരേരഡൈസ്, വാസ്കസ്, അതുപോലെ തന്നെ ലൂണ, ഇവർ 4 പേരും പ്രോപ്പറായിട്ട് പോസ്റ്റിനെ ഇന്റർചേഞ്ച് ചെയ്ത് എല്ലാവർക്കും എല്ലായിടത്തും കളിക്കാൻ പറ്റുന്ന ആ ഒരു സ്ട്രൈക്കിംഗ് സോണിൽ മാത്രമല്ലാതെ ലൂണ സ്ട്രൈക്കിംഗ് സോണിലേക്ക് വരും, ഇറങ്ങി വരും, വൈഡിൽ വരും, അങ്ങനെ പ്രോപ്പറായിട്ട് ആ ഒരു സപ്പോർട്ട് അവർക്ക് ഫ്രണ്ടിലും കിട്ടിയത്. സോ ഈ പറഞ്ഞൊരു സംഭവം രണ്ടാമത്തെ സീസൺ തൊട്ട് ലൂണയ്ക്ക് കിട്ടിയിട്ടേ ഇല്ല. രണ്ടാമത്തെ സീസണിൽ നമ്മൾ ജിയാനു അതുപോലെ തന്നെ ദിമിത്രിയോസ് ഇവരിൽ പലപ്പോഴും ഈ രണ്ടുപേരെയും ഒരുമിച്ച് നമ്മൾ കളിപ്പിച്ചിട്ടില്ല. മിക്ക സമയത്തും ദിമിത്രിയോസ് ലൂണ അല്ലെങ്കിൽ ജിയാനു ലൂണ ആ രീതിയിലാണ്, കൂടുതലും ദിമിത്രിയോസ് ലൂണയാണ് കളിച്ചിട്ടുള്ളത്. അവിടെ ലൂണ ഈ പറഞ്ഞ ഒരു 4-4-2 ഫ്രണ്ടിൽ വരുന്ന സമയത്ത് പല സമയത്തും അതിന് ഈ പറഞ്ഞ പോലെ അവർ ഇറങ്ങി വരുന്ന സമയത്ത് ഫ്രണ്ടിൽ സ്ട്രൈക്കർ ആബ്സെന്റ് ആവുന്നു, അല്ലെങ്കിൽ ഫീഡ് അയക്കാൻ ദിമിത്രിയോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ പ്ലെയർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ആ പ്ലെയർ മാർക്കിംഗ് ആണെങ്കിൽ അവിടേക്ക് പന്തുകൾ എത്തിക്കാൻ പറ്റുന്നില്ല, പിന്നെ ഫ്രണ്ടിലേക്ക് പന്തുകൾ എത്താത്ത പ്രശ്നം, ബാക്കിലേക്ക് ഇറങ്ങി വന്ന് പന്തെടുക്കേണ്ട പ്രശ്നം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിന് നേരിടേണ്ടി വന്നു. പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതായത് ഒരു CMF ആയിട്ട് ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ട് ഒരു സെൻറ്ററിൽ അതിന് പോസ്റ്റും കിട്ടുന്ന രീതിയിൽ യൂസ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ എക്സ്ട്രാ ഡ്യൂട്ടി നമ്മൾ നിരന്തരമായിട്ട് ലൂണയുടെ കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഓവർലോഡ്. അതിന് എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കേണ്ടി വരുന്നു, എക്സ്ട്രാ പണി എടുക്കേണ്ടി വരുന്നു എന്നുള്ളത്. ആ പരിപാടി തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. ഈ പറഞ്ഞ സെൻട്രൽ സ്പേസിൽ അതിനൊരു പോസ്റ്റും കിട്ടുന്ന സമയത്ത് അതിന് ഡിഫൻസ് നോക്കണം, ഒഫൻസ് നോക്കണം, ഇവിടെ വന്ന് പ്ലേ മേക്കിംഗ് ചെയ്യണം, അവിടെ പോയി ഗോൾ സ്കോറിങ്ങിന്റെ സ്ഥലത്ത് പ്രസന്റ് ആവണം. അങ്ങനെ ഒരു എക്സ്ട്രാ ഡ്യൂട്ടി സെൻട്രൽ സ്പേസിൽ അതിന് ആ ഒരു പോസ്റ്റും കിട്ടിയിരുന്ന തുടക്കത്തിലെ മാച്ചുകൾ അത്യാവശ്യം നന്നായിട്ട് റിക്കവർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ലോങ് ടൈമിൽ സ്ഥിരമായിട്ട് അങ്ങനെ പട്ടിപ്പണി എടുപ്പിക്കുമ്പോൾ പലർക്കും വയ്യാതെയും. സോ ആ ഒരു പ്രശ്നം ലൂണയ്ക്ക് ആ ഒരു സീസണിലും നേരിടേണ്ടി വന്നിട്ടായിരുന്നു. സോ ഇവിടെ ഈ പറഞ്ഞ സീസണിലെല്ലാം ലൂണ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് ഡിഫൻസിലും ഒഫൻസിലും അതിന് കിട്ടുന്നില്ല എന്നുള്ളത്. സോ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പ്രോപ്പറായിട്ടുള്ള ഡീപ് പ്ലേയിങ് പ്ലേ മേക്കർ ഒരു സപ്പോർട്ട് അവിടെ ഉണ്ടെങ്കിൽ അതിന് ഒരുപാട് ഇറങ്ങി വന്ന് ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിലേക്ക് പന്തുകൾ എത്തിക്കേണ്ട ആവശ്യമില്ല. മറ്റേത് അദ്ദേഹം ഡീപ് പ്ലേയിങ് പ്ലേ മേക്കറുടെ റോളിലേക്ക് എത്തുമ്പോൾ ഫ്രണ്ടിൽ പന്ത് റിസീവ് ചെയ്യാനോ ഫ്രണ്ടിൽ പന്ത് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പിന്നെ സ്ട്രൈക്കിംഗ് സോണിലേക്ക് പ്രൊവൈഡ് ചെയ്യാനോ ഒരു പ്ലെയറിന്റെ ആബ്സെൻസ് ഉണ്ട്. ഇനി ഫ്രണ്ടിൽ അദ്ദേഹം വരുന്ന സമയത്ത് ഡീപ് പ്ലേയിങ് പ്ലേ മേക്കറുടെ റോളിൽ ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്ത് പന്ത് അപ്പുറത്തേക്ക് എത്തിക്കുന്ന ഒരു പ്ലെയറിന്റെ അഭാവമുണ്ട്. സോ ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഡീപ് പ്ലേയിങ് പ്ലേ മേക്കർ ഉണ്ടെങ്കിൽ അവിടെ ലൂണയ്ക്ക് ഫ്രണ്ടിൽ കളിക്കാൻ പറ്റുന്നതാണ്. ഇനി ഡീപ് പ്ലേയിങ് പ്ലേ മേക്കർ ഇല്ലെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ഒരു എക്സ്ട്രാ സ്ട്രൈക്കർ അല്ലെങ്കിൽ ഒരു അഡീഷണൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ക്രിയേറ്റീവായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു സ്ട്രൈക്കറിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതും ഒരു പക്ഷേ ഒഫൻസീവ് സപ്പോർട്ട് ലൂണയ്ക്ക് കൊടുക്കുന്നതായിരിക്കും. ഇനി രണ്ടാമതായിട്ട് ലൂണ ഗെയിം സ്റ്റൈൽ വൈസ് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് കോമ്പിനേഷൻസ് കളിക്കാൻ ആളില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവന്റെ രണ്ടാമത്തെ സീസണിൽ ലൂണ നേടുന്ന ഒരു ഗോളുണ്ട്. ലൂണ, സഹൽ, ജിയാനു, ദിമിത്രിയോസ് ഇത്രയും പേര് ഒരു 1 ടച്ച് പാസ് കളിച്ച് ജംഷഡ്പൂർ FCക്കെതിരെ നേടുന്ന ഒരു ഗോളാണ്. അത്തരത്തിലുള്ള കോമ്പിനേഷൻസ് ഒന്നും നമ്മൾ നോവയായിട്ട് കാണുന്നില്ല. പല സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ സീസൺസിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നോവയെ ഒരു ടാർഗറ്റ് മാനാക്കി വെച്ചുകൊണ്ട് ലൂണ നോവയിലേക്ക് പന്തുകൾ എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇവർ തമ്മിൽ 1 ടച്ച് കളിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗെയിം പാറ്റേൺ നമ്മൾ കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ലൂണയുടെ ഒഫൻസീവ് പാറ്റേൺ അല്ലെങ്കിൽ ഒഫൻസീവ് സ്ട്രെങ്ത് നമ്മൾ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നോവയിലേക്ക് പന്തുകൾ എത്തിക്കുക, പിന്നെ ബാക്കി നോവ നോക്കിക്കോളും. ആ ഒരു പരിപാടിയാണ് ലൂണ നോവ തമ്മിലുള്ള ഒരു ഗെയിം സ്റ്റൈൽ പല സമയത്തും കണ്ടുള്ളത്. പുതിയൊരു ഗെയിം സ്റ്റൈലിൽ നോവ ലൂണ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹേസൂസ് നോവ, ഹേസൂസ് ലൂണ അവർ തമ്മിലുള്ള 1 ടച്ച് കോമ്പിനേഷൻസ് അല്ലെങ്കിൽ 1 ടച്ച് തന്നെ ആയിരിക്കണമെന്നില്ല, അവർ തമ്മിലുള്ള പാസ് എക്സ്ചേഞ്ചസ് നമ്മൾ അധികം കാണുന്നില്ല. ലൂണ ഒരു പ്രൊവൈഡർ ആയിട്ടും ഈ പറഞ്ഞ പ്ലേയേഴ്സിന് ഒരു ടാർഗറ്റ് മാൻ ആക്കിയിട്ടും അങ്ങോട്ടേക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് ലൂണയുടെ ഒരു ഒഫൻസീവ് സ്ട്രെങ്ത് കൂടുതലും പുറത്തേക്ക് വരാത്തതിനൊരു കാരണമായിട്ട് തോന്നുന്നുണ്ട്. സോ നിലവിലെ സാഹചര്യത്തിൽ പ്ലേയേഴ്സിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോവ എന്ന് പറയുന്ന പ്ലെയർ ഒരു വിങ്ങറായിട്ട് ടീമിലുള്ളത് ചെറുതായിട്ട് ഒരു ഇൻബാലൻസ് സൈനിങ്സിന്റെ കാര്യത്തിൽ കൊണ്ടുവരുന്നുണ്ട്. 2 സ്ട്രൈക്കർ 2 സെന്റർ ബാക്കും വരുമ്പോൾ പിന്നെ അവിടെ നോവയ്ക്ക് ലൂണയ്ക്ക് മാത്രമാണ് സ്ലോട്ട് ഉള്ളത്. പിന്നെ ഒരു എക്സ്ട്രാ ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ ആഡ് ചെയ്യാനോ എക്സ്ട്രാ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനെ ആഡ് ചെയ്യാനോ അവിടെ ഒരു ഓപ്ഷൻ ഇല്ല. സോ ഇവിടെ ആകെ പോസിബിലിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു പ്ലെയറിനെ തപ്പിയെടുക്കുക എന്നുള്ളതാണ്. ഈ സെന്റർ ബാക്കായിട്ട് കളിക്കുന്ന പക്ഷേ അതേസമയം ഒരു ഡീപ് പ്ലേയിങ് പ്ലേ മേക്കറായിട്ട് എക്സ്ട്രാ കളിക്കാൻ പറ്റുന്ന അത്തരത്തിലൊരു പ്ലെയറെ സൈൻ ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൂണ ഒരു 4-2-3-1 ടൈപ്പ് ഓഫ് ഒരു ഫോർമേഷനിൽ ഡീപ് പ്ലേയിങ് പ്ലേ മേക്കറിനെ ഒരു ഒറ്റ പ്ലെയർ ഒരു ഡിസ്ട്രോയർ കം പ്ലേ മേക്കർ എന്ന രീതിയിൽ ഒരു പ്ലെയറിനെ ഡിഫൻസീവ് മിഡിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ലൂണയ്ക്ക് ഓപ്പണന്റ് ഹാഫിൽ ആ ഒരു പൊസിഷനിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇനി ലൂണയെ സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു എക്സ്ട്രാ സെൻട്രൽ ഫോർവേഡിനെ സൈൻ ചെയ്യുമ്പോൾ ആ സെൻട്രൽ ഫോർവേഡിന് വാസ്കസിനെയൊക്കെ പോലെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിന്റെ ഒരു എബിലിറ്റി ക്രിയേറ്റീവായിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലേ മേക്കറായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു എബിലിറ്റി ഉണ്ടെങ്കിൽ ആ ഒരു പ്ലെയറെ ഡ്രോപ്പ് ചെയ്ത് ക്രിയേറ്റീവ് സൈഡ് ആ ഒരു പ്ലെയറിനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലൂണയ്ക്ക് ഇവിടെ ഡിഫൻസീവ് സപ്പോർട്ടും അതുപോലെ തന്നെ അവിടെ നിന്ന് പന്ത് ഫ്രണ്ടിലേക്ക് എത്തിക്കും ഡീപ് പ്ലേയിങ് പ്ലേ മേക്കറിന്റെ റോള് ലൂണയ്ക്ക് എടുക്കാൻ സാധിക്കും. സോ ഈ പറഞ്ഞ കാര്യം ടാക്ടിക്കലി ലൂണയെ ബാധിച്ചിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളായിട്ട് എനിക്ക് പേഴ്സണലി കണ്ടുപിടിക്കാൻ സാധിച്ചതാണ്. പക്ഷേ ലൂണയ്ക്കും കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ലൂണയുടെ ഗെയിം സ്റ്റൈലും കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് എവിടേക്കോ അതിന് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന പ്രത്യേകിച്ചും ഒഫൻസീവ് സിറ്റുവേഷൻസിലേക്ക് എത്തുമ്പോൾ അതിന്റെ ഷോട്ടുകൾ പ്രത്യേകിച്ചും ഈ സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ 13 ഷോട്ടുകൾ 5 എണ്ണമാണ് ഓൺ ടാർഗറ്റ്. കഴിഞ്ഞ സീസണിലാണെങ്കിൽ 9 ഷോട്ടുകളിൽ 3 എണ്ണം മാത്രമാണ് ഓൺ ടാർഗറ്റ്. ആദ്യത്തെ 2 സീസൺ നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ സീസണിൽ 24 ഷോട്ടുകളും 13 ഓൺ ടാർഗറ്റും ആണെങ്കിൽ രണ്ടാമത്തെ സീസണിൽ 39 ഷോട്ടുകളും 12 ഓൺ ടാർഗറ്റും ഉണ്ട്. പക്ഷേ റീസെന്റ് ആയിട്ടുള്ള അതിന്റെ സീസണുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഷോട്ടുകൾ എടുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അറ്റംപ്റ്റുകൾ നടത്തുന്ന കാര്യത്തിൽ വളരെയധികം അതേ പിന്നോട്ട് പോകുന്നുണ്ട്. പല സമയത്തും ഒരു ഷോട്ട് എടുക്കാൻ പറ്റുന്ന പ്രോപ്പർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഒരു പാസിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് മറ്റ് പ്ലേയേഴ്സിനെ കൊണ്ട് ഷോട്ടുകൾ എടുപ്പിക്കുന്ന ഒരു കാര്യം അദ്ദേഹം ഇപ്പോൾ കാണിക്കുന്നുണ്ട്. സോ അതിന് കാരണം ഒരു പക്ഷേ ഈ പറഞ്ഞ ഒഫൻസീവ് സിറ്റുവേഷൻസിൽ അദ്ദേഹം കൂടുതലായിട്ട് എത്താത്തതുകൊണ്ട് റീസെന്റ് ആയിട്ട് അങ്ങനെയുള്ള ഷോട്ടുകൾ എടുക്കാൻ പാകത്തിനുള്ള പൊസിഷൻസിൽ അദ്ദേഹം എത്തുന്നത് കുറവായതുകൊണ്ട് അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് ഡൗൺ ആയതായിരിക്കാം. എന്തായാലും നമ്മൾ ആ ഒരു പഴയ ലൂണെ പറ്റി പറയുമ്പോൾ ഈ ലോങ് റേഞ്ച് ഷോട്ടുകൾ നമ്മളൊരു
മിറാക്കിൾ എന്ന് പറയുന്ന ഒരു പരിപാടി അറ്റംപ്റ്റ് ചെയ്യുന്ന ലൂണയെ നമ്മൾ കാണാറുണ്ട്. ഈവൻ ആ ഒരു ഗോവയ്ക്കെതിരായിട്ടുള്ള ആ ഒരു ലോങ് റേഞ്ച് ഷോട്ട് നോക്കുകയാണെങ്കിലും ചെന്നൈയിൻ എഫ്സിക്കെതിരെ അദ്ദേഹം ഔട്ട്സൈഡ് ദ ബോക്സിൽ ഒരു ഷോട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ ജംഷഡ്പൂർ എഫ്സിക്കെതിരെ ഡ്രിബിൾ ചെയ്ത് നമ്മളിപ്പോൾ ഡ്രിബിളിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിലും അദ്ദേഹം അത്ര കോൺഫിഡൻസ് ഡ്രിബിളിങ്ങിൻ്റെ കാര്യത്തിലും കാണിക്കുന്നില്ല. സോ അവിടെയൊക്കെ നമ്മൾ ആ സീസൺസിൽ കണ്ടത് നടക്കില്ല എന്ന് പറയുന്ന കാര്യം ചെയ്ത് കാണിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു പ്ലെയർ ആയിട്ടാണ് ആ സീസൺസിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ കുറച്ചുകൂടി അതിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഗ്രൗണ്ടഡ് ആയിട്ട് ഒരു നോർമൽ പ്ലെയറിനെ പോലെയാണ് ലൂണ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ആ മിറാക്കിൾസ് ചെയ്യാനും അത്തരത്തിലുള്ള അറ്റംപ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ വണ്ടർ ഗോളുകളും അതുപോലുള്ള കാര്യങ്ങളും ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്നുള്ള ലോങ് റേഞ്ചസ് ഒക്കെ അതിന് എടുക്കാൻ സാധിക്കും. പക്ഷേ ആ അറ്റംപ്റ്റുകൾ അന്ന് ഗോവയ്ക്കെതിരെ നേടിയ ആ പോസ്റ്റിൽ നിന്ന് ഒരു പക്ഷേ ഇന്ന് ലൂണ ആ ഒരു ട്രൈ പോലും ചെയ്യില്ലായിരിക്കും. പാസിലേക്ക് കളിക്കാൻ തന്നെയായിരിക്കും അദ്ദേഹം ശ്രമിക്കുന്നുണ്ടാവുക. സോ നമുക്ക് വേണ്ടത് ആ ലൂണയാണ്, ആ എനർജിയിൽ കളിക്കുന്ന, നടക്കില്ലെന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ നടത്തുന്ന, ആ വണ്ടർ കാണിക്കുന്ന ലൂണ. ആ ലൂണയാണ് നമുക്ക് മിസ്സായിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവം, ഈ ഒരു കോൺഫിഡൻസ് അതിൻ്റെ സെറ്റ് പീസിലും റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. ആദ്യമൊക്കെ ആ ഷോട്ടുകൾ നമ്മൾ ആദ്യത്തെ സീസൺസിലൊക്കെ ഡയറക്റ്റഡ് പോസ്റ്റിലേക്ക് ട്രൈ ചെയ്യുന്ന ഷോട്ടുകളൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആ ഒരു ബോളിനുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ കാണാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ വളരെയധികം കുറഞ്ഞ് ഓൺ ടാർഗറ്റിലേക്ക് പോലും അത്തരത്തിലുള്ള അറ്റംപ്റ്റുകൾ വരുന്നില്ല. അതുപോലെ തന്നെ റീസെൻ്റ് ആയുള്ള സീസണിൽ അദ്ദേഹത്തിൻ്റെ ഡെലിവറീസ്, നമ്മൾ ഷോട്ടുകൾ മാത്രമല്ല ഡെലിവറീസിലേക്ക് നോക്കുകയാണെങ്കിലും ഇൻഡയറക്റ്റ് ഫ്രീ കിക്സ് ഒക്കെ എടുക്കുമ്പോൾ ആ ഡെലിവറീസിനും വളരെയധികം ആ ഒരു ക്വാളിറ്റി ആണെങ്കിലും ആ ഒരു ബോൾ പ്രൊവൈഡ് ചെയ്യുന്ന ആക്യുറസിയിലൊക്കെ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം അതിൻ്റെ കോൺഫിഡൻസ് നിലവിൽ ആ സിറ്റുവേഷൻസിൽ അധികം എത്താത്തതുകൊണ്ട്, അതുമായി ബന്ധപ്പെട്ട് ഷോട്ടുകൾ അധികം എടുക്കാത്തതുകൊണ്ട് കോൺഫിഡൻസ് ലോ ആയതായിരിക്കാം. ഒരുപക്ഷെ 1-2 സിറ്റുവേഷൻസിലേക്ക് അങ്ങനെ എത്തി ഷോട്ട് എടുത്ത് ഗോളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ കോൺഫിഡൻസ് റീഗെയിൻ ചെയ്യാൻ ഒരുപക്ഷെ അതിന് സാധിച്ചേക്കും. സോ ഒരു കൺക്ലൂഷനിലേക്ക് എത്താണെങ്കിൽ ഇവിടെ ലൂണയുടെ റീപ്ലേസ്മെന്റിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് ലൂണ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് പകരം ചെയ്യാൻ മറ്റൊരു പ്ലെയറിനെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മളിവിടെ ആദ്യം ചിന്തിക്കേണ്ടത്. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ടൈപ്പ് ഓഫ് ഒരു പ്ലെയർ ആയിട്ടും ഡിഫൻസിൽ ഇത്രയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വേറൊരു പ്ലെയർ ഇല്ല. പല സമയത്തും ഡ്രോപ്പ് ചെയ്തിറങ്ങി വന്ന് അദ്ദേഹം വർക്ക് റേറ്റ് എക്സ്ട്രാ എടുത്ത് ടീമിന് വേണ്ടി അത്രയധികം നിൽക്കുന്ന ഒരു പ്ലെയറാണ് ലൂണ. സോ അങ്ങനെ ഒരു പ്ലെയറിനെ, ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ, ടീമിന് വേണ്ടി ഗൈഡ് ചെയ്യാൻ പറ്റുന്ന, ഓൺ ദ പിച്ചിലും ഓഫ് ദ പിച്ചിലും ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഡിഫൻസീവിൽ വർക്ക് റേറ്റ് എടുത്ത് കളിക്കുന്ന അങ്ങനെ ഒരു പ്ലെയറെ നഷ്ടപ്പെടുത്തുമ്പോൾ പകരം ആ ഒരു പ്ലെയറിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന, അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറിനെ തന്നെ കൊണ്ടുവരണം. പ്ലേയേഴ്സിനെ നഷ്ടപ്പെടുന്നത് ഒരിക്കലും ഒരു പ്രശ്നമല്ല. പക്ഷേ പകരം വരുന്ന പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി അവർക്ക് ഈ പറഞ്ഞ നിലവിൽ മുൻപ് ചെയ്തിരുന്ന പ്ലെയറിനേക്കാൾ കൂടുതൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് നമ്മൾ റീപ്ലേസ്മെൻറ്റിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിലവിൽ ആ ഒരു പ്ലെയർ ചെയ്യുന്നതിനേക്കാൾ താഴേക്ക് ചെയ്യാനാണ് ഒരു പ്ലെയറിനെ കൊണ്ടുവരുന്നതെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ആവശ്യമില്ല. റീപ്ലേസ്മെൻറ്റ് എപ്പോഴും ഒരു അപ്ഗ്രേഡ് ആയിരിക്കണം. ഇനി അതായത് നിലനിർത്തുകയാണെങ്കിൽ തന്നെ പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ടിംഗ് പ്ലേയേഴ്സിനെ ആഡ് ചെയ്യുക. ഇപ്പോൾ സെൻറ്റർ ബാക്ക് ആണെങ്കിൽ ഒരു പ്ലേ മേക്കിംഗ് എബിലിറ്റി ഉള്ള ഡീപ് പ്ലേയിങ് പ്ലേ മേക്കറായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറിനെയോ അല്ലെങ്കിൽ സ്ട്രൈക്കറിനെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിക്കാൻ പറ്റുന്ന എബിലിറ്റി ഉള്ള ഒരു പ്ലെയറിനെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അതിന് ഡിഫൻസിലും ഒഫൻസിലും ആ ഒരു സപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കും. അതല്ലാത്ത പക്ഷേ നമ്മൾ ഇന്ത്യൻ പ്ലേയേഴ്സിനെ ആ രീതിയിലേക്ക് മോൾഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അവിടെ ഗെയിം സ്റ്റൈലിൽ പ്രോപ്പറായിട്ടുള്ള ഡിഫൻസീവ് ഒഫൻസീവ് സപ്പോർട്ടും കോമ്പിനേഷൻസ് കളിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു എൻവയോൺമെൻറ്റ് അതിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രൈം ലൂണയെ വീണ്ടും കാണും എന്നതിനാണ്. പിന്നെ ഒഫൻസീവ് സപ്പോർട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒഫൻസീവ് സൈഡിലേക്ക് വരുമ്പോൾ കുറച്ച് ഷോട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ 1-2 ഗോളുകൾ അടിച്ചു കഴിഞ്ഞാൽ ആ കോൺഫിഡൻസ് അതിനെ റീഗെയിൻ ചെയ്യാനും സാധിച്ചേക്കും. നമുക്കറിയാം ഒരു പ്ലെയറിൻ്റെ ക്യാപ്പബിലിറ്റി എത്രത്തോളം ആണെന്നുള്ളത്. സോ ആ ഒരു പ്ലെയറിനെ മറ്റൊരു ടീം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന കാണുന്നേക്കാൾ നമ്മുടെ ടീമിൽ തന്നെ ആ ഒരു പ്ലെയറിൻ്റെ പെർഫോമൻസ് വരുന്നത് കാണാൻ തന്നെയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. സോ ആ രീതിയിലൊരു സപ്പോർട്ട് ഗെയിം സ്റ്റൈൽ വൈസ് കറ്റാലൊക്കെ ആഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, പ്ലേയേഴ്സിൻ്റെ അവൈലബിലിറ്റി മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ ഒരു പഴയ ലൂണെ, ആ ഒരു പ്രൈം ലൂണെ, ഫസ്റ്റ് സീസണിൽ കണ്ട ഒരു ലൂണയെ നമുക്ക് കാണാൻ സാധിക്കും. സോ എന്തായാലും ഈ ഒരു ടോപ്പിക്കിൽ ലൂണ ടീമിൽ സ്റ്റേ ചെയ്യണോ അല്ലെങ്കിൽ മറ്റു ഓപ്ഷൻസ് നോക്കണോ, അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഷെയർ ശ്രമിക്കാം. നമുക്ക് എന്തെങ്കിലും മറ്റൊരു കാണാം. ബൈ.